മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് ഒഴിവില്ലല്ലോ ദൈവമേ. എണീച്ച് പോവാ, അല്ലാതെ എന്ത് ചെയ്യാനാ? ഓ, പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നാണ്ടില്ലേ? കൂർക്കം വിനി കൊണ്ട് മനുഷ്യനോട്ട് ഉറങ്ങാനും പറ്റുന്നില്ല. ഓഹോ, എന്താ തണുപ്പ്, എന്താ തണുപ്പ്! ഓ, ഈ ബാത്റൂമൊക്കെ അവിടെ കൊണ്ടുവച്ചവനെ ഞാൻ. എന്റെ മോളെ, നീ എങ്ങോട്ടാ ഈ തണുപ്പത്ത് പോകുന്നേ? നല്ല തണുപ്പ്. നീ പോയി റൂമിൽ പോയി കിടന്നു. എങ്ങോട്ടാ ഈ പാതിരാത്രി നടക്കുന്നേ? ഓ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിനക്കെന്താ അച്ഛൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? നീ പോയി കിടക്ക്. ഓഹോ, ശബ്ദം ഉണ്ടാക്കി എന്നെ പേടിപ്പിക്കാനാ ഭാവം. നിനക്കറിയാലോ അച്ഛനൊരു പേടിത്തൊണ്ടല്ല എന്നുള്ള വിവരം. പോയി കിടന്നുറങ്ങടി. ആരാ? എന്റെ ദൈവമേ! അയ്യോ വേണ്ട, എന്നൊന്നും ചെയ്യരുത്. അയ്യോ വേണ്ട. സത്യം പറ, നീ ആരാ? ഇത് നീ തന്നെയാ. ഞാൻ വന്നതല്ലടി, എന്നെ കിടത്തിയതാ. വേറെ ആരാടി? നമ്മുടെ മോള്. അവളെന്നെ അടിച്ചിട്ടിട്ട് പോയടി. ആര് പോയത് നീ പറയുന്നേ? എന്നെ ഒന്ന് പിടിക്കടി. എന്നാലും അവൾ എന്തിനായിരിക്കും എന്നെ തല്ലിയെ? പിന്നെ ഞാൻ വെറുതെ വിടില്ലേ. ഈ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നത്. നീ ഉറങ്ങടി, ഉറങ്ങ്. നിന്റെ അവസാനത്തെ ഉറക്കം. നീ എന്നോട് എന്റെ കുടുംബത്തോടും ചെയ്തതിന് എല്ലാത്തിനും നിന്നോട് ഞാൻ പകരം ചോദിക്കും. നിന്റെ മോചനം ഇഞ്ചിഞ്ചായി ഞാൻ നടത്തും. എന്താ എനിക്കവിടെ തൊടാൻ കഴിയാത്ത? എന്താ എനിക്കവിടെ തൊടാൻ കഴിയാത്ത? ഇല്ല.
കൊല്ലണം. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. ആരാ? നിനക്കെന്നെ അറിയില്ലേ കുസുമം കൊച്ചമ്മേ? ആരും വരില്ല, ഒരാളും നിന്നെ രക്ഷിക്കാൻ വരില്ല. നീ ആരാന്ന് പറ, നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ നീ എന്നെ ഉപദ്രവിക്കാൻ നോക്കുന്നത്? നിങ്ങളെ ചെയ്ത ക്രൂരതയ്ക്കുള്ള പകരം വീട്ടിലാണ് എന്റെ വരവ്. നിങ്ങളെ കൊന്നിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ. പറയാ, നീ ആരാ പറ. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ, ഞാൻ ആരാണെന്ന് നോക്കിയേ. കുസുമം കൊച്ചമ്മേ, നിങ്ങൾ ആധാരം തിരികെ തരുമോ? വേണ്ട, എന്നൊന്നും ചെയ്യരുത്. നിന്നെ ഞാനൊന്നും ചെയ്യില്ല, നിന്റെ രക്തം കുടിക്കുകയുള്ളൂ. എന്നോട് ക്ഷമിക്കണം. നിന്നോടും കുടുംബത്തിനോടും ചെയ്ത എല്ലാ തെറ്റുകൾക്കും നീ എന്നോട് ക്ഷമിക്കണം. ഒരാൾക്ക് മറക്കാൻ പറ്റുന്ന തെറ്റാണോ നീ ചെയ്തത്? സന്തോഷമായി ജീവിച്ചിരുന്ന എന്റെ കുടുംബം നീ തകർത്തില്ലേ? നിന്നോട് കാല് പിടിച്ച് ഞാൻ പറഞ്ഞതല്ലേ, അരുത് അരുതെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? പറ, നീ ഒന്ന് കേട്ടോ? അത് ഞാൻ പറഞ്ഞത് നീ കേട്ടോ? വേണ്ട, പറ്റിപ്പോയി പറ്റിപ്പോയി, എന്നൊന്നും ചെയ്യരുത്. ഇവളെങ്ങനെ വീണത്? എന്റെ മാലക്ക് എന്തോ ശക്തിയുണ്ട്. എന്റെ മാല തൊട്ടപ്പോൾ അവൾ അങ്ങനെ ആയത്. ഇപ്പൊ നീ രക്ഷപ്പെട്ടു, ഞാനിനി വരില്ല.